ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫുൾജാർ സോഡയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഫുൾജാർ സോഡ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, 5-8 പച്ചമുളക്, 3 നാരങ്ങ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, സോഡ, ഉപ്പ്, പിന്നെ വേണ്ട ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സാണ്. ഞാൻ ഇന്നാണ് ഈ ഗ്ലാസ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ്സിനുള്ള ഫുൾജാർ സോഡയാണ് ഉണ്ടാക്കുന്നത്, അതിനാണ് ഇത്ര എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ കുറച്ച് പുതിനയിലയും കുറച്ച് പച്ചമുളകൊക്കെ മതി. ഇതിപ്പോൾ ഞാൻ 5 ഗ്ലാസ്സിനുള്ളതായതുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് പുതിന, പച്ചമുളക്, ഇഞ്ചി സെപ്പറേറ്റ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. പിന്നെ ഈ പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം പുതിനയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം പുതിനയില അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് അരച്ചെടുക്കാം. പച്ചമുളകിന് ഞെട്ടൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. മുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അധികം എരിയില്ലാത്ത മുളകാണ്. ഇനി ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും പിഴിഞ്ഞൊഴിക്കാം. ഇപ്പം നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം, ഒരുപാട് ഇടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിയില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഇത്രയും വെച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് പുതിനയില അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലിടണം, എന്നാലേ പതഞ്ഞ് പൊന്തി വരുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വലിയൊരു ഗ്ലാസ്സിലേക്ക് സോഡ പൊട്ടിച്ചൊഴിച്ച് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരെ തന്നെ കുടിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സോഡയെല്ലാം ഓരോ ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ വലിയ ഗ്ലാസ്സിലേക്ക് ഈ ചെറിയ ഗ്ലാസ് ഇട്ട് കൊടുക്കുകയാണ്. പതഞ്ഞ് പൊങ്ങി വരും.
ഇവിടെ എല്ലാം ആവുന്നുണ്ട്. ഇനി ഇതിപ്പം തന്നെ എടുത്ത് കുടിക്കുക, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Wow, super, fantastic.